കല്യാണം കല്യാണം കഴിച്ചിട്ട് എന്നെ ഒന്ന് ഒഴിവാക്കി തന്നെ എന്നെ ഒന്ന് ഒഴിവാക്കി പറഞ്ഞത് കേട്ടോ ഇവള്. പിന്നില്ലേ വേ പോയി വാങ്ങിക്കോ. ഇനി ആടെ എത്തിയപാടെ എന്നെ വിളിക്കണം കേട്ടാ. എന്നാ പിന്നെ ഞാൻ വേറെ ആരെങ്കിലും വിളിക്കട്ടെ? എല്ലാം ഞാൻ ചെന്നിന്നുള്ളിരിക്കുന്ന കാണുന്നില്ലേ, ഫോണകത്തായില്ലത്. ഞാനും എല്ലാം സ്വീകരിക്കും. അതെ ഒരിക്കലും തന്നോക്ക് നീ, എല്ലാരും എന്നിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കും. ഒരിക്കലും തന്നോക്ക്. എന്താ കൊടുക്കുന്ന നീ? അത് ഇന്നലത്തെ അല്ലേ? മണപ്പിച്ചല്ലാക്കണ്ട് അവിടെ വരാ. വണ്ടിയിൽ മറ്റേത് അല്ലേ മറ്റേ ഹായ് ഗുഡ് മോർണിംഗ് ഡ്യൂഡ്. എന്താണ് രാവിലെ തന്നെ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? ഏത് പുറത്തുനിന്ന്? ആരുടെ പുറത്തുനിന്ന്? അല്ല ഫുഡെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ പുറത്തു പോയിരുന്നു കഴിക്കുന്നു. അങ്ങനെ മതി, അങ്ങനെ മതി, അതാ നല്ലത്. ഫുഡൊക്കെ ആക്കിയിട്ട് നമുക്ക് അടുക്കളത്ത് വരുന്ന കഴിക്കാം. എന്താണ്ട് പരിപാടി? എന്താണ് ഇന്ന് പരിപാടി? എന്തല്ലോ പരിപാടി ഉണ്ട്. ഇന്ന് വീഡിയോ എടുക്കണം, ചോറ് വെക്കണം, കറി വെക്കണം, പിന്നെ തിന്ന് രാവിലെ മക്കള് സ്കൂളിൽ പോയിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. രാവിലെ ചായക്കടിയെല്ലാം ആക്കിയ പാത്രങ്ങളെല്ലാം വാഷ് ബേസിലിട്ട്. ലൈറ്റ് ഇട്ടോ? ഓപ്പക്ക് ലൈറ്റ് വേണം, കോപ്പിട്ട്. ലൈറ്റ് വേണ്ട, എനിക്ക് ഇരുട്ടാ ഇഷ്ടം. എടീ മറ്റേ ഇത് പറയാറില്ല, എന്താണ്? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലയോ ഇരുട്ടല്ലോ, തമസല്ലയോ സുഖപ്രദം എന്നാണ്. മനസ്സിലായ? തമസ് അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊന്നല്ല, തെറ്റെല്ലാം പറഞ്ഞിട്ട് വെട്ട് കിട്ടേണ്ട ആൾക്കാരായി. കുഴപ്പമില്ല, തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. മനുഷ്യ സഹജമാണ് തെറ്റ്. അപ്പൊ ഉണ്ണി ഇരുട്ടല്ലോ, തമസല്ലയോ സുഖപ്രദം അങ്ങനെയൊന്നല്ല. അങ്ങനെയാണ്. അത് അറിയുന്നവരെന്തായാലും കമന്റ്. അതാ വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന് ഇപ്പൊ തന്നെ ഏറ്റെടുത്ത് നോക്കിയാൽ പോരെ, നീ ഗൂഗിൾ എടുത്ത് നോക്ക്. അപ്പൊ എന്തായാലും ഇന്ന് ഒരു അവിടെ നോക്കട്ടെ, അവിടെ അവളുടെ പാടെ. അപ്പൊ ഇന്ന് നമ്മളെന്തായാലും ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരുപാട് കാലമായി ശരിക്കും പറഞ്ഞു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. സുഖപ്രദം എടി മൂത്തോര് പറയും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ ഇത് ഇനിയിപ്പോ ഞാനിത് പറയുമ്പോൾ പറയേ അതും തെറ്റാണെന്ന് പറയും. അതെങ്ങനെയാ? മൂത്തോര് ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. ഓപ്പേന്റെ ഇതിൽ പറയേണ്ട മുതുക്കന്മാര് ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. എന്റെ അച്ഛനെ പറഞ്ഞിടയില്ല, എന്ത് സഹിക്കും. എന്റെ അച്ഛനെയും അമ്മേനെയും കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാണല്ലോ പെണ്ണുങ്ങൾക്ക് പിന്നെ അച്ഛൻ ജീവനാണ്. അതുവരെ അച്ഛനെ വേണ്ട. പിന്നെ അച്ഛനെ വേണ്ടാണ്ടെന്നില്ല. കല്യാണം കഴിച്ചു കഴിയുമ്പോ എല്ലാരും പെണ്ണുങ്ങൾ അച്ഛനെ പൊക്കി പിടിച്ചു അല്ലേ? പിന്നെ നമ്മുടെ അച്ഛന്മാരെല്ലാം നമ്മളാരെ കുത്തിപ്പിടിക്കണ്ടേ? ഇവര് ഭർത്താക്കന്മാരെ അച്ഛനെ പറയുന്നത് നമ്മള് സ്ത്രീകള് ഒന്നടങ്കം പ്രതിഷേധിക്കണം. എന്തിനാ നമ്മളെ അച്ഛന്മാരെ പറയേണ്ട? ഞാൻ അങ്ങനെ അച്ഛൻ പറഞ്ഞല്ല, ഞാൻ അങ്ങനെ ഇവളുടെ അച്ഛനെയൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിന്റെ അച്ഛനല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ തമാശ പറഞ്ഞാലും ഒരിക്കേ പറയുള്ളൂ. പിന്നെ വലിയ പേടിപ്പിക്കുന്ന പറയാണ്ട് നോക്കുമ്പോ ഇവിടെ വലിയ പേടിപ്പിക്കുക. ആരെയും പറഞ്ഞ എന്റെ സ്വഭാവം മാറുന്നു. എന്റെ അച്ഛൻ മറ്റേ ആരെ പണ്ടങ്ങനെ പറയല്ലേ, എന്റെ അച്ഛനാടി, എന്റെ അച്ഛൻ കുഞ്ഞച്ഛൻ അല്ലേ അങ്ങനെ പറയില്ല. അങ്ങനെയല്ല, എന്നാ ഒപ്പം എന്റെ അമ്മായി അച്ഛൻ. അതെന്റെ അമ്മായിച്ചൻ, അതും ശരിയാണ്. അപ്പൊ എന്റെ അമ്മായിച്ചൻ എന്റെ അമ്മായിച്ചൻ വളരെ ഒരു പിന്നെണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഡേ ഇൻ മൈ ലൈഫായി വന്നിട്ട് കുറച്ച് ദിവസങ്ങളായല്ലേ. എന്തോ നികിയുടെ ഇങ്ങനെ ഒറ്റക്കുള്ള കുക്കിങ്ങും ഒറ്റക്കുള്ള വർത്താനമൊക്കെയാണ് നമുക്ക് കുറച്ച് ദിവസമായിട്ടൊക്കെ വീഡിയോസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പറയാറുണ്ട്, കുറച്ച് പേര് അതൊക്കെ പറയാറുണ്ട് നമ്മളോട്. കുറച്ച് പേര് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വരും അല്ലെ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എന്തെല്ലാം ഉണ്ടായി? ഇന്നത്തെ രാവിലത്തെ ചോറും കറിയും വെക്കല, പിന്നെ ഡേ ഇൻ മൈ ലൈഫ്. അതില്ലാത്തൊരു ജീവിതം ഇല്ല. അത് കഴിഞ്ഞാ പിന്നെ വീഡിയോ എടുക്കണം, കൊറേ പടപ്പുകൾ ഇങ്ങോട്ട് വരാനുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. സന്ധ്യേച്ചി, വിപിനേച്ചി, ഇന്ദമ്മായി, അമ്മ, ഞാൻ എല്ലാരും കൂടിയിട്ടൊരു വീഡിയോ. ഇന്നത്തെ ഒരു സ്കിറ്റാണ് നമ്മൾ എടുക്കുന്നത്. സംഭവം ഒരു കളറാക്കി എടുക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ കൊറേ പ്ലാനെല്ലാം ചെയ്ത് അപ്പൊ നമ്മൾ തന്നെ ചിരിച്ചു മരിച്ചു. അതെ, ഈ വ്ലോഗിൽ എന്തായാലും ചിലപ്പോ ഒരു ചിരിക്കുള്ളൊരു വക ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതില്ല അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് വഴി അങ്ങനെ കാണാം. നിങ്ങളുടെ പരിപാടി എന്തൊക്കെയാ? എന്റെ പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനിത് ഇപ്പൊ സോഫമ്മ കയറി കിടന്നുറങ്ങും,
നിങ്ങൾ വീഡിയോ എടുക്കും, ചോറ് വെക്കും, കറി വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും സീരിയസ് ആയിട്ട് വിളിക്കേണ്ടി വരും. നമുക്ക് കായലോര ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചാലോ? അത്ര ഒരാളാണ് കുഴപ്പമില്ല. എത്ര പേരുണ്ടേ ഇന്ന് ആളാണ് ഹോട്ടലിൽ പോയി കഴിക്കാതിരുന്നല്ലോ. ചോറ് ഞങ്ങൾ ഇറക്കി വെച്ചത്. ഒരു കാര്യം ചെയ്യും, ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. ചോറും കറി ആക്കിയാ മതി. എന്നിട്ട് പുറത്തുനിന്ന് കഴിക്കാം. അന്നത്തെ പറഞ്ഞു ലാലേട്ടന്റെ സിനിമയിലെ ഡയലോഗും കൊണ്ട് ലാലേട്ടന്റെ സിനിമയിൽ ഇറങ്ങുമ്പോ ഇൻസ്റ്റയിൽ ഓടി തിളങ്ങിയതാണ്. ലാലേട്ടന്റെ സിനിമയിൽ വന്നപ്പോഴാണ് ലാലോട്ടൻ പറഞ്ഞത്. എന്താ എടി നീല്ലേ നമ്മൾ ജനിച്ച കാലം മുതൽ കാണുന്ന ആളെ ലാലോട്ടൻ. ഇങ്ങനെ ആരും വിളിച്ചിട്ടുണ്ടാവില്ല. നീ ലാലോട്ടൻ വിളിച്ച് എല്ലാരും കേട്ട്. ലാലേട്ടൻ ഇത് കേട്ടാലുണ്ടല്ലോ. മറ്റേ മുമ്പ് ഒരു പാട്ടുണ്ടായിരുന്നില്ലേ ലാലേട്ടന്റെ ബർത്ത്ഡേക്ക്? ലാലേട്ട 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 വിസ്മയം 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 ലാൽസലാം ലാൽസലാം അല്ലെ? എനിക്കത് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓപ്പിയാന്ന് എനിക്ക് അയച്ചു തന്നത്. സംഭവം പൊളിയല്ലേ, വൈറലായില്ലേ കൊണ്ടവര്. അതുപോലെ അടുത്ത ബർത്ത്ഡേക്ക് നികിട വക എന്തെങ്കിലും ഉണ്ടാവും പുതിയ. അവര് കാണുന്ന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടുത്ത് എന്റെ ഓപ്പന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് August 10. ഒരു പാട്ട് എഴുതി തരുമോ? പേര് സജീഷ്. സജീഷ് പിന്നെ എല്ലാം തగ్గടിക്കുന്നു. അപ്പൊ അമ്മയച്ഛനെല്ലാം എവിടെ പോയി അമ്മാടുന്ന അടമ്പൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ടാന്ന് പാവം അമ്മാട് കുത്തിയിരുന്ന അടമ്പൊക്കെ വൃത്തിയാക്കുമ്പോ ഞാനൊരു സോഫമേ കയറി. സോറ പറയുന്നല്ലേ? അല്ല, എനിക്കൊരു ഫോൺ വന്നിട്ട് ഞാൻ അങ്ങനെ വന്നിരുന്നതാണ്. ഏത് ഫോണ്? നിനക്കൊരു ഫോൺ ഉണ്ടല്ലോ. എല്ലാ ഫോണ് വന്നിട്ട് അങ്ങനെ വ്യക്താക്കുമ്പോളെ. അപ്പൊ ഇതാണ് നമ്മുടെ സുപ്രഭാതം. രാവിലെ രാവിലെ എന്നെല്ലാം പറയുമ്പോ എല്ലാരും വിചാരിക്കും സമയത്തിനെന്ന് കണ്ടില്ല. 10:10 കണ്ട 10:10. ഇത് കറക്റ്റ് സമയമുള്ള 10:10. അപ്പൊ സമയം രാവിലെ 10:10. നികിയുടെ പണികൾ ആരംഭിച്ചു. നീയല്ലേ പറഞ്ഞ ബിഗ് ബോസ് വീട്ടിൽ പോണാണ് ലാഭമെന്ന്. ഓ ഫേമസ്. ഞാനുണ്ട 4 ഭാഗവും നോക്കി കിടക്കുന്നു ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി ചെരുപ്പിന്. ആ ഷൂറാക്കിൽ നോക്കി, അവിടെ നോക്കി അടുക്കള വശത്ത് ഇവിടെ നോക്കി. അപ്പൊ കുരങ്ങിട്ടിട്ട് പോയി. അങ്ങനെ ഇനി ചെരുപ്പ് എടുക്കാൻ നിക്കണ്ട കേട്ടനാ. മേലാളി ചെരുപ്പ് തൊടണമെങ്കിൽ ഉണ്ടല്ലോ. അതൊക്കെ പോട്ടെ. അമ്മ എന്താ പരിപാടി? എപ്പോഴും കക്ക. എന്തായത് ഞാൻ എപ്പെങ്കിലും ക്യാമറ എടുത്തിട്ട് വന്നു കഴിഞ്ഞാ അന്നത്തെ ദിവസം ഇവിടെ കക്കയായിരിക്കും. ഇവിടെയും കണക്ക്, അപ്പുറവും കണക്ക്. അച്ഛൻ കക്ക വരാൻ വേണ്ടി, ഇവളുടെ പുപ്പമാമൻ ഒക്കെ ആയിട്ട് അച്ഛൻ കക്ക വരാൻ വേണ്ടി പോയി. ചെറിയ കുഞ്ഞു കക്ക പച്ചൻ കൊണ്ട് തന്നതാണ്. അമ്മ അതിങ്ങനെ ഇരുന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വേഗം പണി നോക്ക്, നമുക്ക് പണി ഉണ്ടെങ്കിൽ ഒരു മുട്ടൻ പണി വരാനിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേഗം നോക്കുന്നത്. അപ്പൊ വേറെന്താ ഇന്ന് അവര് ചോറിനുണ്ടാവൂലേ? അപ്പൊ എന്തൊക്കെയാ കറി? എന്താ കറി? കറി ഇളമ്പക്ക, പിന്നെ അയില വാങ്ങിയിട്ടുണ്ട്. അയില കറി അപ്പൊ കുഴപ്പമില്ല. അളിയന് മീൻ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത ചെരുപ്പിട്ട് ഒരുത്തി മുറ്റടിക്കാൻ പോയിട്ടുണ്ടാവും മിക്കവാറും. ഇത്രയും ചെരുപ്പ് ഇവിടെ കിടന്നിട്ടാണ് ഇവളുടേതായ ചെരുപ്പുകളൊക്കെ ഇവിടെ കിടന്നിട്ടുണ്ടോ? 1, 2 എല്ലാം കിടന്നിട്ട് എന്റെ അതെ നല്ല 2 എണ്ണം ഇല്ല ഇവിടെ. എന്നിട്ട് അതെടുത്തിട്ട് എന്റെ ചെരുപ്പിട്ട് മുറ്റടിക്കാൻ പോയേക്കണം. ഹെൽമെറ്റ് അല്ലേ? അത് ഹെൽമെറ്റ് റാക്കും കൂടിയാണ്. ഇടക്കിടക്ക് അതെ, ഒരു ഹോം ടൂർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 1-2 ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ നിക്ക്? അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ കണ്ടിരുന്നില്ലേ ഒരു പ്രൊമോഷന്റെ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് സാധനങ്ങൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ചല്ല, നമ്മുടെ റൂമിലേക്ക് ആവശ്യമുള്ളേ. അപ്പൊ അത് വന്നു കഴിയുമ്പോ നമ്മുടെ റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കാം. എന്താ അമ്മ പറഞ്ഞേ? ഞാൻ അമ്മേന്റെ ചെരുപ്പ് എത്ര ദിവസം ഇട്ട്? ഇതെപ്പ കേട്ട് ഞാൻ അവിടെ പറഞ്ഞു, ഇവിടെ എങ്ങനെ കേട്ട്? അല്ലാത്തൊന്നും പറഞ്ഞാ കേക്കൂലല്ല. ചെവി നല്ലതാ. അല്ലാത്തതൊന്നും പറഞ്ഞാൽ കേൾക്കൂല. മുറ്റത്തെന്ന് പറഞ്ഞ ഫ്രണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ് അവിടെ കേട്ടിട്ട് ഇപ്പം അടിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഡയലോഗ് അടിക്കുന്നത്. നിനക്ക് കൂട്ടായിട്ട് അമ്മ ഉണ്ടീ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ സംഭവം? നമ്മൾ ഹോം ടൂർ ഉണ്ട് അല്ലേ? ഹോം ടൂറ്. അപ്പൊ നമ്മൾ എന്തായാലും അതൊക്കെ കൊണ്ടുവരുമ്പോ ഒരു എല്ലാം കൂടി സെറ്റ് ആക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരു ഫോൺ കോൾ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ.
ആ ചായക്കടി കഴിക്കാൻ പോകണം പറഞ്ഞ പോലെ കേക്ക് വാങ്ങണം. പിന്നെ സംഘക്കാരെന്ന് ഉദ്ദേശിച്ചത് നമ്മളെടുക്കാൻ പോണ സംഭവമാണ് അല്ലേ? അപ്പം അതിൻ്റെ സംഭവങ്ങളാണ്. ഇന്നലെ ഞാൻ ഉണ്ടല്ലോ, അമ്മ എനിക്ക് നല്ല പണി തന്നെ ഇതിനകത്ത് എലി കയറുന്നെന്ന് പറഞ്ഞിട്ട്. കയറിയാ ഏതിലേ പോയെന്ന് കണ്ടിരാ? ഇതിലേ അതാണ് ഞാൻ പറഞ്ഞേ. താഴത്തൂടെ മോളിലല്ലേ? അത് അച്ഛൻ പറഞ്ഞ ഗ്യാപ്പായിരിക്കൂ. അതേമ്മ അവിടെ ഗ്യാപ്പ്. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് എലി കയറാതിരിക്കാനാണ് ഇങ്ങനെ ചെറിയ നെറ്റ് ഇട്ടതേ. അപ്പോൾ എന്നിട്ട് എലി അതിൻ്റെ ഗ്യാപ്പിൽ കൂടി കയറി. എന്നിട്ട് ഞാൻ എന്താക്കിയെന്ന് അറിയാമോ? അവിടെ കണ്ട അതുണ്ട പൈപ്പുകളൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയേക്കാണ് കണ്ട മുകളിൽ. അപ്പോൾ അവിടെ ഇതാ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിൽ കൂടി ആയിരിക്കും എലി കയറിയിട്ടുണ്ടാവും. അത് അച്ഛനാണ് അതിൻ്റെ ആള്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കല്ലേ അച്ഛൻ പറഞ്ഞ് അവിടെ ഇല്ല, അവിടെ ഗ്യാപ്പൊന്നും ഇല്ലടാന്ന് പറഞ്ഞു. മുകളിൽ നിന്ന് ഞാൻ കണ്ടില്ല, അവിടെ ഗ്യാപ്പ് ഉണ്ടമ്മേ. ആ ഗ്യാപ്പിൽ കൂടി കയറിയേക്കണേ കണ്ട, ആ ഗ്യാപ്പിൽ കൂടി കയറിയേക്കണം. ആ ഗ്യാപ്പ് ഞാൻ അടച്ചു തരാം, കാണിച്ചു തരാം. ഇവിടെ എല്ലാം അടച്ചു കണ്ട, അതെല്ലാം വെച്ചിട്ട് ഗ്യാപ്പുകളൊക്കെ അടച്ചതാണ്. എന്നിട്ട് ഞങ്ങൾ എന്താക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ചക്കക്കുരു ഇട്ടു അല്ലേ? ചക്കക്കുരു അല്ലേ ഇട്ടെ? എന്നിട്ട് എടുത്തിട്ട് പോയല്ലേ എലി? അപ്പൊ എലിയൊന്നും എടുത്തില്ലല്ലോ, പിന്നെ എന്തിനാ പഠിക്കണതിന്? പാവല്ലേ? അപ്പൊ എന്താ അമ്മ വെറുതെ ഒരാളെ അങ്ങനെ കള്ളനാക്കാൻ പാടണ്ട. ഒരാൾ വന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോയാലേ അയാളെ നമുക്ക് കുറ്റം പറയാൻ പാടുള്ളൂ. ഈ ഭൂമി എന്ന് പറയുന്നത് എലിക്കും പട്ടിക്കും പൂച്ചക്കും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവരുടെ വിചാരം ഇത് ഇവർക്ക് മാത്രം ഉള്ളതാണെന്നാണ്. ഇവിടെ വേറെ ഒരു മനുഷ്യൻ കയറാൻ പാടില്ല, പുഴു കയറാൻ പാടില്ല, പൂച്ച കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ശരിയാവുക? കള്ളന്മാര് മതിലൊക്കെ ചവിട്ടി കയറും. ഇവിടെ ഗോവിന്ദച്ചാമി മറ്റേ കണ്ണൂർ ജയിലിന്റെ, ഞങ്ങളുടെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മാനം കളഞ്ഞു. ഞങ്ങക്ക് ഞങ്ങളുടെ ഭയങ്കര അഭിമാനമായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയില്. വലിയ മതിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിയ പൊങ്ങച്ചടിക്കുന്നതാണ്. അതിന് പോകുമ്പോ മതിൽ വേണ്ട, ജയിലിന്റെ മതിലുണ്ട്. ഇതൊക്കെ എത്ര ഹൈറ്റല്ലേ, ഇതെല്ലാം എങ്ങനെ ചാടാനാന്ന് പറയും. ഒരു കൈയില്ലാത്ത ഗോവിന്ദാച്ചാമി അതും ചാടി അതിനപ്പുറം ചാടി കടന്നു പോയി. ഇനിയിപ്പോ ഞങ്ങൾ ഇന്നലെ പോകുമ്പോ നമ്മുടെ കണ്ണൂർ SIയും മറ്റവരൊക്കെ കൊടിയേരിയൊക്കെ എങ്ങനെയാ ചാടിക്കടന്നതെന്ന് അവിടെ നോക്കണ്ട്. എന്തായാലും ഗോവിന്ദച്ചാമിനെ പിടിച്ച് അല്ലേ? കുറച്ച് ഇങ്ങോട്ടാ വന്നിരുന്നെങ്കിലല്ല ഗോവിന്ദച്ചാമി ഇവിടെ എവിടെയെങ്കിലും വന്നാനെ. ഞാൻ അമ്മേനോട് പറയുന്ന അമ്മ ആരും വന്നിട്ടുണ്ടെങ്കിൽ ഗോവിന്ദച്ചാമിന് നമ്മക്കൊന്നും ചിലപ്പോ തിരിയൂലേ. വല്ല വെള്ളമെല്ലാം ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാല് എടുത്തു കൊടുത്ത കളി സൗമ്യാവാൻ വേണ്ടി. ഗോവിന്ദച്ചാമി ഇവിടെ ഇങ്ങോട്ടെ വന്നിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമിനെ കിട്ടേമില്ലായിരുന്നു. അയ്യോ നികിടെ തറവാടെങ്ങാനും ഗോവിന്ദച്ചാമി കണ്ടിരുന്നെങ്കിൽ തീർന്നു. അവിടെ അത് മറ്റേ ഒളിത്താവളാക്കിയാനെ വേറെ രക്ഷയില്ല. പോലീസിന് പോലും വരാൻ കഴിയില്ല അങ്ങോട്ട്. അതാ പറഞ്ഞത്, സ്ഥിരതാമസമൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെ നമ്മുടെ ഡേ അല്ലേ? നമ്മുടെ ഒരു ദിവസം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങള് ഡേ ഇൻ മൈ ലൈഫ് അല്ല, എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വേണമെന്ന് പറഞ്ഞവരെ ഇവരോട് ചോദിക്കണ്ടായിരുന്നു ഇതെന്ത് ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. എനിക്ക് ഇങ്ങനെ അയില മുറിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ എനിക്ക് അയില കറി വെക്കാനാ പോകുന്നത്? പിന്നെ ചെമ്മീൻ ഇത് ഞാൻ നാളെ പിള്ളേർക്ക് സ്കൂളിൽ പൊരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പോഴേ മുറിച്ചു വെക്കുന്നത്. അല്ല ഇതില്ലേ സമയം 10:30 മണിയായി. നിങ്ങളോട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞതുണ്ടല്ലോ, ഏകദേശം ഒരു 10:30 മണിക്കെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞതാണ്. അത് നിങ്ങൾ അവരിപ്പോ ഓടിയെത്തുമ്പോഴേക്കും പരിപാടി നിങ്ങൾ തീർക്ക്. നിങ്ങളിങ്ങനെ ഭൂലോകത്തുള്ള ആൾക്കാരുടെ മൊത്തം പരദൂഷണം പറഞ്ഞിങ്ങനെ ഇരുന്ന ചിരിച്ചിട്ട് എനിക്ക് ഭയങ്കര നിനക്കൊക്കെ ഇപ്പൊ കണിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ വഴി നോക്കാടി. കല്യാണം കഴിച്ചിട്ട് എന്നെ ഒന്ന് ഒഴിവാക്കി തന്നെ, എന്നെ ഒന്ന് ഒഴിവാക്കി പറഞ്ഞത് കേട്ടോ ഇവള്. മറ്റേ ഇവിടെ നിന്നാലും ഇങ്ങനെ പറഞ്ഞേക്കണ്. എന്താണ് എനിക്ക് അങ്ങനെ പറഞ്ഞത്? എന്നെ ഒന്ന് ഒഴിവാക്കി എനിക്ക് എങ്ങനെ എന്താ ചെയ്യുന്നത്? ഞാൻ മറ്റേ ഇങ്ങനെ സോളോ റൈഡെല്ലാം ചെയ്ത് ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങി നടന്ന് ഞാൻ പുതിയ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയിട്ട് എന്നെ ഒഴിവാക്കിയത്. പിന്നെ നീക്ക് വെച്ചിട്ട് കയറ്റാന്ന് നീക്ക് പറയാനും എല്ലാ ദിവസവും നീക്ക് പറയാനുള്ളത്, നീക്ക് ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞ് വ്ളോഗായിരിക്കും അല്ലേ? പൊളിക്കുന്നീ അല്ലേ? അങ്ങനെ നീ പൊളിക്കണ്ട, ഞാൻ നിന്നെ സമ്മതിക്കില്ല. മരണം വരെ, എന്റെ മരണം വരെ ഇവളെ ഞാൻ
ഇവിടെ നിർത്തി പണി എടുപ്പിച്ച് ഇവിടെ നിന്നെ നിർത്തി പോയിരിക്കാൻ വേണ്ടി പോയിണ്. എടീക്ക് ഞാനെന്നാലും ഈ ഗ്യാപ്പിൽ പോയിട്ടേ ആ കേക്കെല്ലാം പോയി വാങ്ങിട്ട് വരട്ടെ. എന്നാലും കേക്കും വാങ്ങിക്കോ, മിച്ചറും വാങ്ങിച്ചോ, പിന്നെ എന്തെങ്കിലും പിള്ളേർക്ക് തിന്നാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചോ. വൈകുന്നേരത്തേക്ക് നമുക്ക് വല്ല പഴംപൊരിയാത്ത ആക്കാം. സമയം ഉണ്ടാവോ? അത് നോക്കിട്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നില്ലേ വേ പോയി വാങ്ങിക്കോ. ഇനി ആടെ എത്തിയപാടെ എന്നെ വിളിക്കണം കേട്ടാ. എന്നാ പിന്നെ ഞാൻ വേറെ ആരെങ്കിലും വിളിക്കട്ടെ? എല്ലാം ഞാൻ ചെമ്മിന്നുള്ളിരിക്കുന്ന കാണുന്നില്ലേ, ഫോണകത്തായുള്ളത്. അത് വലിയ കുഴപ്പമാവല്ല. നിന്നെ വിളിക്കണ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിളിക്കാടി. അപ്പൊ ഞാൻ ചെമ്മിന്നുള്ളല്ലേ. അതെ, ചെമ്മീന്നുള്ള സമയത്ത് വേറെ ആരെങ്കിലും വിളിക്കാല്ല. അതല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ കുറച്ച് പഠിപ്പുണ്ട്. ഏതെങ്കിലും എന്തെങ്കിലും കടയിൽ ഒറ്റക്കാ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തേണ്ട താമസം പറഞ്ഞു വിട്ടാലും വിളിക്കും. എന്നിട്ട് മനുഷ്യന്മാരെ ഒരു പണി എടുപ്പിക്കും. ഒറ്റ ചവിട്ടിയാനെ ഇരിപ്പി തന്നാലുണ്ടല്ല നിന്റെ മറ്റേ തല മറ്റേ ചെമ്മീത്തിൽ കുത്തും. എടി ഇന്നലെ ഞാൻ ദുർഗനെ കൊണ്ട് സംഗീത ക്ലാസ്സിന് പോയപ്പോ അവിടെ മിനിയാന്ന് സംഗീത ക്ലാസ്സിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് വിളിച്ച് എന്തോ സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇവള് അങ്ങനെ വിളിക്കാന്നുള്ളൊരു ഇവിടുന്ന് ഒരു ഇതുവരെ കരാർ വരെ ഉണ്ടായിരുന്നില്ല വിളിക്കാൻ, വെറുതെ വിളിച്ച്. അത് കഴിഞ്ഞിട്ട് ആ വണ്ടിയുമ കയറിയിട്ട് മഴയത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് എത്തിയ പാടെ വിളിച്ച്. അത് കഴിഞ്ഞ് പുതിയതൊരു എത്തുമ്പോ വിളിച്ച്. എന്തെല്ലാം അറിയാമോ? മുട്ട വാങ്ങാൻ. ഞാൻ പറഞ്ഞുതരാം. മുട്ട വാങ്ങാൻ അന്നേരത്തെ അവൾ ഓർത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് പറഞ്ഞ കറിക്കൊന്നുമില്ല, മീൻ വാങ്ങണം. വേറെ എന്തിനാ വിളിച്ചത് നീ? അങ്ങനെ 2-3 കാര്യമൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതും ബൈക്കിൽ പോകുന്ന നമ്മളാ. അപ്പൊ അതിനൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഇവളിരുന്ന് ഈ ചെമ്മീൻ തുള്ളുമ്പോ നിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോ മനഃപൂർവ്വം വിളിക്കുന്നു, കണ്ടോ? അതിന് പകരം വീട്ടിൽ ഞാൻ വിളിക്കുന്നു. അവള് വേറെ ആരെങ്കിലും വിളിച്ചാൽ നിനക്ക് പ്രശ്നമാവൂലേ? ആ അപ്പൊ അവള് പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കരുതെന്ന്. മുക്കും ഞാൻ മനസ്സിലായാ? ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരാം. വേറെ ഒന്നും ഇല്ലല്ലോ. ഇനി അവിടെ നിന്ന് വന്നു കഴിയുമ്പോ ഇനി വേറെ വാങ്ങാൻ പറയരുത്. വെളിച്ചെണ്ണ കാര്യം പറയല്ലേ മോളെ. എന്റെ ദൈവമേ, കടയിൽ പോകാൻ നേരത്ത് വെളിച്ചെണ്ണ ഉണ്ട് എന്ന് പറയുമ്പില്ലേ ഒരു സന്തോഷമാണ്. വെളിച്ചെണ്ണ എന്നിട്ട് പറയുമ്പോ വെളിച്ചെണ്ണ ഉണ്ട് എന്ന് പറയുമ്പോ ഹോ വലിയൊരു ആശ്വാസമായി. അതാണ് അവസ്ഥ. എന്നാ പോയിട്ട് വാങ്ങട്ടെ. ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം ഗൈസ്. ഇവരുടെ ചെമ്മീന്നുള്ളിട്ട് അപ്പോൾ നമ്മുടെ സോമേട്ടൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് ഇതെല്ലാം വാങ്ങിയിട്ട് വരട്ടെ. ഞാനിപ്പോൾ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ചീത്ത വാങ്ങും. വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോൾ ഹെൽമെറ്റ് കാണാനില്ല. വിളിച്ചു ചോദിച്ചോക്കാം. നിഗേ ഹെൽമെറ്റ് എവിടെ വെച്ചേ? അല്ല സത്യമായിട്ട് ഹെൽമെറ്റ് ആണല്ല എവിടെ വെച്ചേ? അണ്ടാ അവിടെ കൊണ്ടുവച്ചാ പിന്നെ ഞാൻ എങ്ങനെ കാണുക? അച്ഛനിപ്പോ ഹെൽമെറ്റ് വെച്ചാ കിടക്കണത് രാത്രി? ഹെൽമെറ്റ് റൂമിൽ കൊണ്ടുവെക്കാനായിട്ട് അല്ല. പിന്നെ ഹെൽമെറ്റ് എടുത്തിട്ട് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ സ്റ്റെപ്പിന് ഇടയിലൊക്കെ വെച്ചാൽ പോരെ. അവിടെ വെക്കല, അവിടെ കാണാനില്ല. അച്ഛൻ കിടക്കുന്ന കട്ടിലിന്റെ റൂമിന് കണ്ടോ? അതേ കണ്ട ഇവിടെ കൊണ്ടുവച്ചാൽ ഹെൽമെറ്റ്, 2 ഹെൽമെറ്റും കൂടി. അച്ഛൻ എന്താ ഹെൽമെറ്റ് ഇട്ട് കിടക്കുകയാണെന്ന് രാത്രി ആകുമ്പോ. ആ ബൈക്കിന് ചായക്കാൻ ഞാൻ അടുത്ത പ്രാവശ്യം വിളിക്കാം. ഭാഗ്യം അത് കിട്ടി. നിനക്ക് ഭാഗ്യമുണ്ട്, അത് കിട്ടി. പോയിട്ട് വരട്ടെ ഗൈസ്. അത് ഞാൻ എന്തിനാണ് ബൈക്കിൻ്റെ ചാവി എടുത്ത് സ്കൂട്ടി എടുത്തല്ലേ പോകുന്നത്. എന്താ നമ്മുടെ കണ്ണൂരപ്പം പിന്നെ കേക്കാണ് നോക്കിയത്. മുന്തിരി കേക്ക് ഇല്ല, ഇതാണല്ലോ ഈ കേക്ക്. അത് വാങ്ങാം. എനിക്ക് പറഞ്ഞത് ഈ മിക്സർ വാങ്ങാനാണ്. മിക്സർ തന്നെ, മിക്സർ ഒരു 300 ഗ്രാം ആ മതി. ഇത് അടിപൊളി സംഭവം കേട്ടോ. ഉരുളക്കിഴങ്ങ് വറുത്തത് നമ്മുടെ ലൈസ് തിന്നുന്ന പോലെ തന്നെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇതാ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു എടുത്തോട്ടോ. നമ്മുടേതായി മിക്സറായി, കേക്കായി, ഉരുളക്കിഴങ്ങായി. എന്നാ മകളെ സംഭവം ഇതാ. എന്നാ എന്ത് പണിയാണ്? ഞാൻ കണ്ണൂർ സ്പെഷ്യൽ അയില മുളകിട്ടത്. അയില മുളകിട്ടതാക്കുന്നേ? അയില മുളകിട്ടത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അയില മുളകിട്ട് നീ ആക്കുമ്പോ എപ്പോഴും നമ്മ വാങ്ങുന്ന കിട്ടുന്ന ടേസ്റ്റ് ഇട്ടല്ലോ. ഉലുവയെല്ലാം ഇടണം. ഞങ്ങൾ കറിയിൽ ഉലുവ ഇടലില്ല. ഈ മുളകിട്ടതിൽ ഉലുവ ഇടണം. അത് പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോ ഉലുവ വാങ്ങാൻ പോവാടി നടന്ന്. പറഞ്ഞാലും ഇല്ലേ സൺഡേക്ക് വിളിച്ചിട്ടുണ്ടോ? ഇപ്പൊ എത്തുന്ന പറഞ്ഞിട്ടാ. എന്നാ അവരോടെല്ലാം പറ, എൻ്റെ അമ്മനോടും എൻ്റെ അമ്മനോടൊക്കെ വരാൻ വേണ്ടി പെട്ടെന്ന് നോക്കേ. ഇതെങ്ങനെ നിക്കുന്നത്?
അതെല്ലാം ഞങ്ങൾ ഇതിനാണ് മറ്റേ സംഭവം ആക്കുന്ന ഇലക്ട്രിക് ചിമ്മിണിയെല്ലാം ഇല്ലേ അതെ. നമ്മുടെ അടുക്കള ഒന്ന് മൊത്തം സെറ്റപ്പ് ആക്കണം കേട്ടോ. കാരണം നമ്മുടെ അടുക്കള നോർമലി നമ്മൾ അന്ന് വീടെടുത്തപ്പോൾ ആ ഒരു ഇതിൽ ചെയ്തൊരു അടുക്കളയാണ്. എങ്ങനെയൊക്കെയോ ഈ ഒരു രീതിയിലേക്ക് ഒപ്പിച്ചതാണ്. എല്ലാം ഒരു വകയായി. ഇതൊന്നും ഇപ്പം നീങ്ങുന്നില്ല. കണ്ട ഇത് കണ്ട ഇതൊക്കെ സ്റ്റക്കായി. നമ്മുടെ ഒന്നുമില്ല, അവിടെ വെറുതെ ഒരു കവർ ചെയ്ത് വെച്ചതാ. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. കണ്ട വെറുതെ ഒരു കവർ ചെയ്ത് വെച്ചതേ ഉള്ളൂ. എന്താണ് ശ്വാസം വിടുമ്പോ വേദന എടുക്കണം. അത് ഞാൻ നിർദോഷം വീണിട്ടാണ്. എനിക്ക് ഉണ്ടാവലുണ്ടായി. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ഓക്കെ, നീ പേടിക്കണ്ട, നീ എന്നെ കൊണ്ടേ പോകുള്ളൂ. അപ്പൊ അടുക്കള നമുക്കൊന്ന് സെറ്റ് ആക്കാനുണ്ട്. ആയിട്ടില്ല, വീഡിയോ വരും അല്ലേ, നമ്മള് സെറ്റ് ആക്കും. ഇല്ല അതൊന്നുമില്ല, നീ പേടിക്കണ്ട. നിനക്കൊരു 6 മാസത്തിനുള്ളിൽ സെറ്റ് ആക്കി തരും. 6 മാസം കഴിയുമ്പോ സെറ്റ് ആക്കും. പക്ഷെ അറിയാം, നമുക്ക് കുറെ പ്ലാനിങ് എല്ലാം ഉണ്ട്. ഇത് പൊട്ടിക്കണം. എന്താ ഈ സംഭവം കണ്ട, ഇത് മൊത്തം പൊട്ടിക്കും. ഇവിടെ വെറുതെ ആവശ്യമില്ല. അന്ന് നമ്മൾ വെറുതെ നമ്മൾ വീടെടുക്കുമ്പോഴേ കുറെ കാര്യങ്ങൾ വെറുതെ ചെയ്തിടും, നമുക്ക് അറിയാണ്ട്. കണ്ട ഇതെല്ലാം കണ്ട, ഇതിപ്പോ ഇവിടെ നമ്മള് ബൾബുണ്ട്, ഇത് കത്തുന്നില്ല. ഇത്ര ഇട്ടിട്ടും കത്തുന്നില്ല. പോയ ബൾബായിരിക്കും. അപ്പൊ ഇവിടെ കണ്ട വെറുതെ ഒരു അടപ്പ് കണ്ട. ഈ അടപ്പ് നമ്മൾ ഒരു കാര്യത്തിന് ഇന്ന് വരെ കത്തിച്ചിട്ടില്ല. പാല് കാച്ചലിന് മാത്രം കത്തിച്ചിട്ടുള്ളൂ. വെറുതെ ഉണ്ടാക്കിയ അടുപ്പ്. ഇപ്പൊ അപ്പുറം നമ്മൾ അവിടെ ഷെഡിൽ അടപ്പാക്കിയിട്ടില്ലേ, ഇനി ഇതിന്റെ ആവശ്യം ഒട്ടുമില്ല. അപ്പൊ ഇതങ്ങ് തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇതൊരു എൽ ഷേപ്പ് ഇവിടം വരെ ആക്കാം. അതും ഈ ഫ്രിഡ്ജ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെയും അത് അതുപോലെ തന്നെ ചെയ്യും. എന്നിട്ട് ഈ ഫ്രിഡ്ജ് നമുക്ക് നല്ല നമ്മൾ അവിടത്തേക്ക് അപ്പുറത്തേക്ക് മാറ്റും. അവിടെ വാഷിംഗ് മെഷീൻ വേറെ രീതിയിലേക്ക് സ്ഥലത്തേക്ക് മാറ്റും. അപ്പൊ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് പോലെ ഇങ്ങനെ ഒരു തട്ടാക്കി, എന്നിട്ട് മറ്റേ മോഡേൺ സ്റ്റൈലില മറ്റേ മോഡുലാർ കിച്ചൺ അല്ലേ, അത് ഒരു ചിമ്മിണി കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കണം. പിന്നെ ഇത് മൊത്തം ഒരു തുറക്കുന്ന ഷെൽഫ് പോലെയും കാര്യങ്ങളൊക്കെ ആക്കണം. ഇതെല്ലാം മാറ്റി എല്ലാം സെറ്റ് ചെയ്യണം. എല്ലാം കൂടി വരുമ്പോഴേക്കും ഒന്ന് അടക്കും. അമ്മ എനിക്കോടെ നിൽക്കാൻ പറ്റുന്നില്ല ഇത് കാരണം. അപ്പൊ അങ്ങനെയൊക്കെയാണ്, നമുക്ക് വഴിയെ നോക്കാം അല്ലേ. നീക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ അടുക്കള. ഇങ്ങനെയാണ് അയിലമുളക് ഇട്ടെ കളർ ഇങ്ങനെയാണ്. നല്ല അയിലാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. കണ്ണൂർ സ്പെഷ്യൽ അയില മുളകിട്ടതാണ് ഇന്ന് നികിയുടെ സ്പെഷ്യൽ അല്ലേ. ഞാൻ കൂട്ടും. എനിക്ക് കക്കയമില്ലേ. ഞാൻ പിന്നെ മുളകിട്ടത് വെക്കാൻ കാരണം അച്ഛൻ അതിലക്കറി അതിന്റെ കൂട്ടിയാ തുമ്മെന്ന് പറയുന്നുണ്ട്. അതിൽ അച്ഛൻ കൂട്ടൂല. ഇങ്ങനത്തെ മുളകിട്ട കറിയൊന്നും ഇഷ്ടമല്ല. നമ്മളിങ്ങനെ കുടിക്ക ഇതില് വെള്ളം വെച്ചത് എന്താന്ന് വെച്ചാല് പൈപ്പിൽ കൊറേ ദിവസമായി നമുക്ക് വെള്ളം വരാത്തത്. അപ്പൊ ഇന്ന് വന്ന് ബ്ലീച്ച് ഉണ്ട്. അപ്പൊ ഇത് മുന്നേ പിടിച്ചു വെച്ച വെള്ളം കറിക്കും ഇതിനെല്ലാം എടുക്കാൻ വേണ്ടി, ചായക്കും എല്ലാം എടുക്കാൻ വേണ്ടി. അതാണ് സംഭവം. അങ്ങനെയാണെന്ന് ഇവര് പറയുന്നു, ഞാനത് അംഗീകരിക്കുന്നു. അടുപ്പ് മാറ്റട്ടെ, എപ്പോഴും ഉള്ളതാണ് കേട്ടോ. അതെ, എനിക്ക് എപ്പോഴും ഈ എന്തിനും ഈ അടുപ്പിൽ നിന്ന് അപ്പുറത്തെ അടുപ്പിലോട്ടൊരു ചേഞ്ച് ആക്കലുണ്ട്. നല്ല ഒരു തൃപ്തിയാവുള്ളൂ. അല്ല ഇതാവുമ്പോ വേഗം തിളക്കുമല്ല. ഇതെങ്ങനെ ആവട്ടെ, വേഗം നോക്ക്. എന്റെ പണി കഴിഞ്ഞു. അവരൊക്കെ എത്തുമ്പോ നിന്റെ പണി നീ റെഡിയായി നിക്കോ? ഞാന് ഇടക്കും തിളക്കും വന്നു പോകുന്ന ആളല്ലേ. അത് പറഞ്ഞ കാര്യമില്ല. അവർക്ക് ഒരു പരിപാടി എടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വേണം. അതാണ് അതിന്റെ അത്. അല്ലെങ്കിൽ സുഖം കിട്ടൂല. ഇന്നത്തെ താരങ്ങൾ ഇവരല്ലാണ്, ഞാനല്ല. താരങ്ങളാക്കണം, നമുക്ക് നോക്കാം. നമ്മളേ ഈ റൂമാണ് അങ്ങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട, ഈ റൂം കണ്ട നിങ്ങള്. ഈ റൂം വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ളതിനകത്ത് നമ്മൾ പഴയ നമ്മുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ ഉള്ള റൂം ഇതാണ്. ഈ റൂം എന്തായാലും നമ്മൾ ഉടനടി സെറ്റായിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും അല്ലേ. കംപ്ലീറ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ പുതിയൊരു റൂമായി മാറുന്നതായിരിക്കും. അങ്ങനെ മാറിയൊന്നുമില്ല, എല്ലാം നമ്മൾ പിടിച്ചോണ്ടിടും. അത് ആ റൂമില് ഇന്റെ ആ കട്ടിലും കിടത്തിയോടത്ത് മോളില് ഒരു ചെറിയ റൂം ഉണ്ടല്ലോ, അവിടെ കൊണ്ടിടും. ആ റൂമില് പൊട്ടക്കട്ടിലും. അതെ, എന്തായാലും നമുക്ക് വിശദമായിട്ട് ആ വ്ളോഗിൽ പറയാം അല്ലേ. ഇതിപ്പോൾ ജസ്റ്റ് അങ്ങനെ വെറുതെ കാണിച്ചതേ ഉള്ളൂ. അപ്പം ഇതാണ് ചേഞ്ച് ആവാനുള്ള റൂം. ആരാത് 11 മണിയായി. 10:30 മണിക്ക് വീഡിയോ ഷൂട്ട് കൊടുക്കാൻ 10:30 മണിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചതാണ്.
ഞാനല്ല പെങ്ങള് വരാത്തതിന് നോക്ക് അല്ലടി നേരെ ഇതിങ്ങനെ കൈ ഒരു കൈ ഇവിടെ തന്നെയാന്നല്ല ഫുൾ ടൈം ഇതിങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കണ എനിക്ക് അങ്ങനെ ക്ലീൻ ആയിരിക്കണം. എടി മീനിടാൻ സമയല്ലേ? അപ്പൊ നമ്മുടെ നികിയുടെ സ്പെഷ്യൽ മോളീഷ്യൻ അയില മോളീഷ്യൻ കറിയിലേക്ക് വീണോണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുണ്ടല്ലോ ഇതിന്റെ ഒപ്പം കഴിക്കാൻ എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീക്ക്നെസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കറി ഇടണമെങ്കിൽ നല്ല കണ്ണൂരിൽ നല്ല അയില മുളകിട്ടതും പൊറോട്ട കറിയും കിട്ടും. അല്ല അയിലക്കറിയും പൊറോട്ടയും കിട്ടും. പൊറോട്ടയും അത് നല്ല ടേസ്റ്റാണ് മോനെ. നല്ല തക്കാളിയൊക്കെ ഇട്ട് ഇതാണ് പറ്റട്ടെ. എന്നിട്ട് വേണം എനിക്ക് 2 പൊറോട്ട വാങ്ങിക്കൊണ്ടൊന്ന് കഴിക്കാൻ വൈകുന്നേരം. രാവിലെ എന്നുള്ളത് വൈകുന്നേരം. എനിക്കുള്ള ചോറ് എനിക്ക് കക്ക മാത്രം മതി. എന്റെ അയിലക്കറി മാറ്റി നോക്കണം. എനിക്ക് പൊറോട്ടയിലൊപ്പം മതി. എന്തേ പറ്റൂലേ? ഓക്കെ. അപ്പൊ വൈകുന്നേരം പൊറോട്ട അയിലക്കറിയും കഴിച്ചാൽ ഞങ്ങള് പൊറോട്ടയും ചില്ലി ചിക്കൻ നമുക്ക് അയില മുളകിട്ടതാണ് നമുക്ക് മെയിൻ സംഭവം അല്ലേ. മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടാ ഉള്ള കേട്ടോ. അതാണ് ആറ്റുകളെയൊന്നും കാണാത്തത്. വൈകുന്നേരം വരുമ്പോ നമ്മൾ ഈ വ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആറ്റുകളെ കാണിക്കാം. എന്റെ പണി ഏകദേശം കഴിഞ്ഞാ. എന്റെ പണി തീർന്നാ ഇനി അമ്മ വൃത്തിയാക്കി കൊണ്ടു തന്നാല് അത് അതിന് മുമ്പേ അമ്മേനെ ഒന്ന് ഫോൺ വരാൻ പറ. ആരിത് യാരിത് വന്നാട്ടെ ഇരുന്നാട്ടെ നിന്നെ കൊണ്ടല്ല നീ എല്ലാം ലേറ്റ് ആക്കിയ ആന്ന്. അല്ല പിന്നെ അളിയനൊക്കെ വെറും ലേറ്റ് ആപ്പ. അളിയനൊക്കെ ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 11:20 ഞാനതിന് അവിടെ നിന്ന് വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചു വന്നില്ലേ? നേരത്തെ വന്നില്ലേ? എന്ത് ഇത്ര വൈകിയ? പുകയൊന്നുണ്ടായിനി? വണ്ടി മറ്റേ വണ്ടി ഉണ്ടല്ല ഇതിനകത്താ ഉള്ളേ. വണ്ടി ഇവരുടെ ചെറുതായിട്ട് സെന്റാന്ന് മറിഞ്ഞിട്ട് വീണല്ല. റോഡ് പരിശോധിച്ചതിന്റെ പേരില് വണ്ടിക്കും ചെറിയ പരിക്കുണ്ട്. അത് അവിടെ കൊണ്ട് കൊടുത്തിട്ടാ ഉള്ളേ. സർവീസിന് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ ഉള്ളേ? കയ്യിലെന്താ കൊണ്ടുവന്നേ? എന്ത് സാധനങ്ങള്? കണ്ടലാ? പൈസ കൊടുത്ത് വാങ്ങിയതാണ് കണ്ടല്. കണ്ടൽക്കാട് വളർത്തണമെന്നാണ്. മനസ്സിലായില്ല. കേറ് വാ. വന്ന കാലിൽ നിക്കാണ്ട് കേറ്. നീ വരുമ്പോ അമ്മക്ക് എന്താ കൊണ്ട് കൊടുക്കണ്ടേ? വെറുങ്ങയുടെ വരുത്താ എന്ത് മര്യാദ? അങ്ങനെയൊന്നും പറയില്ല നീ. അങ്ങനെ അമ്മ പറയുന്നുണ്ടെങ്കിൽ ഉണ്ടല്ല, അങ്ങനെ അമ്മ പറയുന്നുണ്ടെങ്കിൽ എന്തേ ചേട്ട ഇവിടെ ഉണ്ട്. ചേട്ടക്ക് നീ എന്തും വാങ്ങിത്തന്നു ഒന്നും പറയൂല ചേട്ടാ. എല്ലാം രണ്ട് കൈ ഇരു കൈ എന്നിട്ട് നിന്റെ ചേട്ടൻ സ്വീകരിക്കും. അതെ ഒരിക്കലും തന്നോക്ക് നീ. വിപിനെ വരും. നീ ഇതാ നിന്നിപ്പോ ആക്രമിച്ചാലെല്ലാം വിപിനെ വരുമ്പോ നീ തിരിച്ചങ്ങ് ആക്രമിച്ചോ ആ വിപിനെ. നമുക്ക് എല്ലാവരും പൊരിക്കാം. വരുന്നുണ്ട് പൊരിക്കാൻ ചക്ക. മോനെ കിട്ടില്ല ചക്ക. ഇന്നലെ എന്താ ടേസ്റ്റ് പൊടി നല്ല അടിപൊളി ചക്ക ടേസ്റ്റാണ് തിന്നതിന്. കൊതി നീ പാലേക്ക് തീർന്നു പോന്നു. അത് ഒലിച്ചെടുക്കേണ്ടി വരും. അതെല്ലാം സെറ്റ് ആയി തരും. നന്ദോടെ സ്കൂളിൽ പോയില്ലേ? നന്ദു സ്കൂളിൽ പോയില്ലേ? നീ ഇപ്പൊ തന്നെ ചക്കര കൂട്ടാൻ പോകാനായാലും എന്തെടുക്കാൻ എടിയാ. നിങ്ങ വന്നിട്ട് നീ നേരത്തെ വരാണെങ്കിൽ നിന്നെ വെച്ചിട്ട് വേറൊരു സാധനം എടുക്കാണ്ട് നീയും ഞാൻ പറഞ്ഞില്ലേ പ്രമോഷന്റെ അതെടുക്കാണ്ട്. ഇനിയിപ്പോ അവര് വരുന്നുണ്ട് ഇവിടെ എത്തി. ഇനിയിപ്പോ എന്താക്കണ്ടേ? എന്താ കൊടുക്കുന്നേ നീ? അത് ഇന്നലത്തെ അല്ലേ? മണപ്പിച്ചല്ലോക്കണ്ട് അവിടെ വരാൻ നേരത്തില്ലേ? മണപ്പിച്ചല്ലോ നോക്കി എന്നാ കൊടുക്കാം. ഇത് മുട്ടയാക്കിയത് മധുരല്ല. കളിയിന് വേണ്ടി മുട്ട ഉള്ളിൽ വെച്ചാ നഷ്ടം തിന്നില്ല കേട്ടാ. അതൊന്നും ആയിട്ടില്ല. അതൊന്നും ആയിട്ടില്ല. അത് ഇന്നലെ വൈകുന്നേരം ആക്കിയത്. ഇതാണ് ഇന്നലെ രാവിലെ ആക്കിയത്. അതൊന്നും ആയിട്ടില്ല. അച്ഛന് ആശുപത്രി പോകണ്ട.
എന്നിട്ട് അമ്മേനോട് ഇന്നലെ വൈകുന്നേരത്തെ പഴംപൊരി അല്ലേ അത് ഞാൻ പറഞ്ഞു ഇന്നലെ പഴംപൊരി ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഒരാഴ്ച ഞാൻ പഴംപൊരി ഉണ്ടാക്കിയില്ല ആ അച്ഛൻ തിന്നപ്പോ പറയുന്നുണ്ടായി വളച്ചരോ അതുക്കും മേലേന്ന് എന്താ കൊഴപ്പൊന്നുമില്ല അളിയാ അതിന് ചൊവ്വയൊന്നുമില്ല ചായ വേണോ നിങ്ങക്ക് എനിക്ക് സ്പെഷ്യൽ പറ്റില്ല അളിയൊന്നും പഞ്ചസാര വെച്ചില്ലല്ലോ ഷുഗർ കുറച്ച് കൊല്ല അതെ എനിക്ക് വേണ്ട ഷുഗർ കട്ടായോണ്ട് എനിക്ക് വേണ്ടി ആക്കിയതാണ് അതിന് ബാക്കിയാൻ വെച്ച അളിയനോട് കൊടുക്കാൻ ഷുഗർ കട്ട് മോൾക്ക് പല വീഡിയോയിലും പറയണ്ടല്ലോ ഷുഗർ കട്ട് ഗൈസ് ഈ മനുഷ്യനല്ല കിട്ടുന്ന സാധനമൊക്കെ എവിടെ ഒന്നും മേടിച്ചിട്ടുണ്ട് ഞാൻ ഷുഗർ കട്ടാ മുട്ടക്കടലപ്പോ ചായ ആ പെണ്ണ ഒരു 10 രൂപ ചായ മേടിച്ചു കുടിച്ചാൽ പറയും ഞാൻ ഷുഗർ കട്ടാണെങ്കിൽ കുറച്ചോട്ടെ ഇന്നലെ പായസവും കുടിക്കും. അന്നേരം പറയേ എന്റെ പൊന്നു സനിതേ നമ്മ ഈ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് മധുരം ഒന്നും ഉപേക്ഷിക്കണ്ട നിങ്ങൾ ഒന്ന് പറയണുണ്ട് അതിന്റെ ഷുഗർ കട്ട് ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും ഞാനല്ല ഞാൻ പഞ്ചസാര കഴിക്കാറില്ല അത് എല്ലാവർക്കും അറിയും ഇപ്പൊ ഇവര് പറയട്ടെ നിങ്ങൾ പറ പോയ ഞാനൊരു ഗ്ലാസ് ചായ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അങ്ങനെയല്ല നമ്മള് എവിടെയെങ്കിലും ദൂരെ യാത്ര ചെയ്യുന്നു ഡ്രൈവ് ചെയ്തിട്ട് നമ്മളിപ്പോ കൊല്ലത്തേക്ക് എറണാകുളത്തേക്കൊക്കെ പോകുമ്പോ ചിലപ്പോ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ ഇവരെല്ലാരും ചായ കുടിക്കാതിരിക്കുമ്പോ നികി ഒരു ചായ വാങ്ങിയാല് ചിലപ്പോ ഞാൻ ഒരു സിപ്പ് ഒന്ന് ജസ്റ്റ് നോക്കാം അതിന്റെ അറിയാം നമ്മൾ എത്ര ഡ്രൈവ് ഒക്കെ ചെയ്ത് ഉറക്കമൊക്കെ ഒന്ന് പോകുമ്പോ ഒരു സിപ്പ് ചിലപ്പോ കുടിച്ച് അത്ര ഉള്ളു അതിനാണ് ഇവളെ ഉണ്ടല്ല ഇവളില്ലേ എന്നിട്ട് കൊല്ലത്ത് പായസം കണ്ടപ്പോ പറഞ്ഞു ഇനി എന്ത് ഷുഗർ കട്ട് എന്നെ കൊണ്ട് ചായ കുടിപ്പിച്ചില്ല ഒരു ദിവസം ഞാൻ കുടിച്ചു സത്യം നമ്മ പോയ ആ ഒരു ദിവസം മാത്രം നിങ്ങളെല്ലാവരും പറയോ അപ്പൊ ഷുഗർ കട്ട് എടുത്തിട്ട് മെലിഞ്ഞിട്ടുണ്ടോ ഉണങ്ങി ഇവിടെ പിടിച്ചോക്കാനൊന്നുമില്ല ഇവിടെ പോലെ മറ്റേ ഉപ്പ് ചാക്കായിട്ടൊന്നല്ല അത് ഇവിടെ നോക്കണം ഇവിടെ അങ്ങനെ ഉപ്പും ചാക്കൊന്നും ഇല്ല നമ്മളുള്ളത് നമ്മ സെറ്റായിട്ടാ ഏതാണ് വയറ് വീർപ്പിക്കണത് ഇതാണ് പരമാവധി ഉള്ളത് ഷർട്ട് ഇപ്പൊ ഇടാൻ വേണ്ടി പറ്റുന്നില്ല എത്ര വർഷമായി ഞങ്ങളുടെ മഴവിൽ മനോരമയില് ഞാനും നികിയും തമ്മിൽ സീതാരാമത്തിലെ കണ്ണിൽ കന ആ സമയത്ത് ഇട്ട ആ വീഡിയോയിലിട്ട ഷർട്ടാണിത് അല്ലേ ഇപ്പോഴും ആ ഷർട്ട് ഇടാൻ പറ്റുന്നില്ല ഷുഗർ കട്ട് അതാണ് എല്ലാരും അപ്പൊ ഷുഗർ കട്ട് ഒപ്പം പ്രോത്സാഹിപ്പിക്ക് എല്ലാരും ഷുഗർ കട്ട് ചെയ്യാം ഇതൊക്കെ മധുരം തിന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ ഉപ്പും ചാക്ക് പോലെ മറ്റേ വീർക്കും അപ്പൊ ഇന്നെന്താ അറിയാ കറിക്ക് അയില മുളക് ഇട്ടു അയില മുളക് ഇഷ്ടപ്പെട്ടു തേങ്ങ അരച്ച് വെച്ചിട്ട് എന്തിനാണ് അല്ല മക്കളെ നോക്ക് വിളിച്ചേ ഇരുന്നും വേളായിക്കാണ്ട് വിളിച്ച അമ്മനെയൊക്കെ വിളിക്ക് ചെല്ലി വിളിക്ക് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കും നോക്കാം അല്ല മക്കളെ നിങ്ങളോടൊരു 11 മണിക്കെങ്കിലും വരാൻ വേണ്ടി പറഞ്ഞല്ലേ രാവിലെ മാറ്റി നിൽക്കുന്നു ഇതെല്ലാം ഞാൻ മടക്കരയെന്ന് ഞാൻ ഇവിടെ എത്തി മറ്റേത് അല്ല 8:10 അല്ല പറഞ്ഞിക്കണ്ട വേഗം നോക്ക് അപ്പൊ ഒരാൾ ചുരിദാറാണ് അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി എന്തെല്ലായിക്കോ ക്യാഷ്യർ നിന്നെ ക്യാഷ്യർ പൈസ എടുത്തിട്ട് ഓടാനായിട്ട് നമ്മളില്ലേ വൈകി വരുന്ന കുത്തിരിപ്പിടി അല്ല പ്ലാൻ നിങ്ങൾ രണ്ടാളും കൂടി പെർഫോം ചെയ്യേണ്ട സ്കിറ്റാ നിന്നിട്ട് നിങ്ങൾ രണ്ടാള് തగ్గടിച്ച് നിക്കണം അടിച്ചടിച്ച് നിക്കണം പിന്നെ എതിര് വരുമ്പോലെ ഭയങ്കര എന്താ പറയാ ഇൻട്രസ്റ്റും എനർജി എല്ലാം കൂടുതലാണ് ഇതെല്ലാം കണ്ടാ മതി അഭിനയിക്കുമ്പോ അല്ലെ ഇപ്പൊ ഇതെല്ലാം കാണും പുതുപ്പെണ്ണ് ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞ സലിലേച്ചിന്റെ മരുമോള് അതെ അപ്പൊ എന്തായാലും നമുക്കിവിടെ ആരംഭിച്ചാലോ അപ്പൊ അപ്പൊ ദീപം സംഘത്തിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് വരും ബ്ലൂപ്പർ നമുക്കവിടെ നൈസിൽ കാണാം അല്ലെ ഓക്കെ സനീസ് വ്ലോഗില്
ഫുൾ ബ്ലൂപ്പർ ഉണ്ടാവും. ഉണ്ടാവും. ഇതിൽ കുറച്ച് ബ്ലൂപ്പർ സനീസ് വ്ലോഗിൽ കയറി കണ്ടിട്ട് യൂട്യൂബ് ചാനലും കൂടി ഒന്ന് sub ആ ചെയ്യണം. യൂട്യൂബില് Sub ഇല്ല, തീരെ സനീസ് ഇല്ല, വ്ലോഗിൽ ഇല്ല. കയറിയിട്ട് യൂട്യൂബിൽ കയറിയിട്ട് നോക്കിയാല് നമുക്ക് ഇതിന്റെ ബ്ലൂപ്പർ ഫുള്ളായിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ റെഡി. വാ കുറച്ച് കട്ടൻ ചായ ഇളപ്പിക്ക്. കട്ടൻ ചായ ഒരിക്കൽ ഇപ്പൊ കുടിക്കാനല്ല ആയിരിക്കും തരൂല. ഇത് വീഡിയോക്ക് വേണ്ടിട്ട് കോമഡി അങ്ങനെ ഞാൻ പറഞ്ഞേ വീഡിയോ കഴിഞ്ഞില്ലേ വീഡിയോ കഴിഞ്ഞില്ലേ വാ തല്ലു പിടിക്കാൻ പോയി കട്ടൻ ചായ വെക്ക്. കട്ടൻ ചായ വിപിനേച്ചിയും ഇവരൊന്ന് കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചോണ്ട് വർത്താനം പറയുന്ന ഷോട്ട് എടുക്കല എന്റെ അമ്മ ചായ ചെമ്പിൽ വെക്കേണ്ടി വരും. വലിയ പട്ടണത്തിൽ ഷോട്ട് തീരുവില്ല ഇവിടെ കുടിച്ചു ഇതായി പോകും. ഉപ്പമാവന അതിന്റെ ആള് ഉപ്പമാവന് അതല്ലടി വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് വെച്ചിട്ടുണ്ടെങ്കിലോ നിന്റെ മാവൻ ഓരോ ഷോട്ട് ശരിയാക്കി വരുമ്പോഴേക്കും ചായ മറ്റേ ഡെയിലി ഡ്രമ്മിൽ വെക്കണം. അല്ല വിപിനേച്ചിക്ക് കേക്കെല്ലാം ചായയിലും മുക്കി തിന്നാനുണ്ടെന്ന്. ആ കേക്കെല്ലാം ചായലൊക്കെ തിന്നാൻ എന്നെ പോയാട്ടെ നിനക്കൊരു സീനുണ്ട്. നിനക്ക് വീട്ടിൽ നിന്നൊരു സീനുണ്ട്. എന്താക്കുന്നു അല്ല നീ ഈ സമയം വന്നുണ്ട് നിന്റെ എല്ലാം തോന്നിവാസം വന്നാട്ട് വേ ചെയ്യാനുണ്ട്. ബാ ഇങ്ങോട്ട് ചായയൊക്കെ ചെല് ചായക്ക് പോയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല സത്യാന്ന് ശരിക്കും പറഞ്ഞാ കയ്യിലൊരു മുള വേണം. അടി കൊടുത്തിട്ട് എന്നോടെല്ലാം പറയണം എന്നാലേ നടക്കുക. ചെല്ലിപ്പോ അത് നിങ്ങക്ക് ഇവിടെ ഇരിക്കാനായിട്ടില്ല. നിങ്ങൾ റോട്ടിൽ നിന്നാണ് വരണത് ഷോട്ട്. ആ നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ഷോട്ടില് മോളിരുന്നോട്ട് ഇവിടെ ഇരുന്നോട്ട്. ആ ഇവർക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ എന്നാല് കേട്ടാ. നിങ്ങൾക്കുള്ളത് സെറ്റാവും. ഇന്നലെ എല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞല്ല മറന്നുപോയി. തഗ്ഗാക്കി എടുക്കണല്ലോ കേട്ടോ. ഇനി നാളെ ഞാൻ ബ്ലൂപ്പർ എടുക്കണേ. കുറെ സെൻട്രയിൽ എടുക്കണം എന്തെങ്കിലും എടുക്കണം കേട്ടോ. ആ വെറുതെ ഇരിക്കരുത്. ഹോട്ടലേ കാലെടുക്കളിയല്ലേ. അപ്പൊ ഇറ്റിയിലേക്ക് റോട്ടിലോട്ട് വിളിച്ചിട്ട് വന്നിട്ടേ നമ്മുടെ പുതിയ സ്കിറ്റിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കണം കേട്ടാ. ഇവരെല്ലാം റോട്ടിലേക്ക് കൂട്ടിയിട്ട് വരണമെങ്കിൽ നല്ല പണിയുണ്ട്. അപ്പൊ എന്തായാലും സ്കിറ്റ് നാളെ രാവിലെ 11 മണിക്ക് വരും. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടാ. എന്താണ് ചർച്ച? എന്താണ് എന്തെങ്കിലും ആവട്ടെ. അനാശാസ്യം അല്ലേ? അപ്പൊ എന്താണ് എടി അമ്മായിക്ക് ഒരു പിടിയടി ഇങ്ങനെ എന്റെ എന്താണിത് ഒരു കിണ്ണം ചോറ്. ഒരു കിണ്ണം ചോറ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു മുറം ചോറ് വെളിച്ചെണ്ണ മറ്റേ സിനിമയിലെ പോലെ കുപ്പി പൊട്ടിക്കുന്ന പോലെ ചോട്ടാവുമ്പോ വെളിച്ചെണ്ണ പൊട്ടിയാൽ നിന്നലോട്ടല്ല 1 മാസം ഇവിടെ എടുത്ത് പണിയെടുപ്പിക്കും മുതലാവാൻ വേണ്ടിട്ട്. 1 മാസം പണിക്കൂറിനായിരിക്കും പിന്നെ എന്നിട്ടാ പൈസ ഇട്ടുള്ളൂ. പൊന്നുമോളെ നിനക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ കാതി കിടക്കുന്ന കമ്മൽ ഉരുത്തരാം. എന്നാലും നിനക്ക് ഞാൻ വെളിച്ചെണ്ണ തരൂല. നീ അത് മാത്രം ചോദിക്കുന്നു. അത് നോട്ടിട്ടുണ്ടല്ലോ. നീക്ക് വെളിച്ചെണ്ണ കുപ്പി എടുത്ത് മാറ്റി വെക്കടി. വെളിച്ചെണ്ണ കുപ്പി മാറ്റി വെക്കടി. അത് പൊട്ടിക്കിട്ട് എങ്ങനെ വിളമ്പൊക്കെ എന്തുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? വിളമ്പൊക്കെ ടേസ്റ്റ് ഉണ്ടോ? ഓ മാറിയൊക്കെ പുരുട്ടിട്ടാണല്ലോ എന്നെ. അതെ സത്യം. കഴിഞ്ഞ ദിവസം തറവാട്ടി പോയപ്പോ അമ്മായിക്ക് ഒരു തേങ്ങ കിട്ടി. അതിന് പകുതി ഞങ്ങക്ക് വന്നില്ലല്ലോ. ആ പിന്നെന്താ എന്താണത്? അത് മാത്രം നിനക്ക് എങ്ങനെ ഉണ്ടാവും? എല്ലാരും കൂടി ഉള്ളതാണ്. നിങ്ങല്ലേ എപ്പോഴും പോയി കക്കവെള്ളവും കക്കയൊക്കെ ആര് കക്കവെള്ളം ഞങ്ങൾക്ക് എപ്പ കിട്ടി കക്ക? നിങ്ങളെല്ലാം അവിടെ മടക്കരയിൽ കൊണ്ട് ഉണ്ടപ്പുട്ടാക്കിക്കുന്ന കക്കപ്പുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണ്ടു കൊതിക്കുന്നുണ്ട്. ഞങ്ങളെ പോലെ എപ്പോഴോ ആണ് രോദനം. നീ പായങ്ങോട്ട് മോളെ. ആ ഓപ്പക്കുള്ള മറ്റേ അയിലക്കറി മുളകിട്ടതൊക്കെ ഇങ്ങനെ എടുത്തു കഴിക്കട്ടെ. അമ്മേ ബാ അളിയാ ആക്രമിക്ക് വാ. കയ്യഴി ഓടിവാളിയാ കയ്യഴി ഓടിവാ. അതൊക്കെ അങ്ങനെ വെറുതെ പറയണല്ലേ. എന്റെ സെക്രട്ടറി കഴിക്ക്. സെക്രട്ടറി അച്ഛൻ കഴിച്ചില്ലേ?
സബിയൊക്കെ ഇവിടെ ഇരിക്കുന്നു. ആ, അമ്മ ഇരുന്നോ, ഇതിലിരുന്നോ. ഇരുന്നോ ഇതിനൊക്കെ വേണ്ട പോലെ ഇട്ടാലും പക്ക. വേണ്ട തിന്നണ്ട വേണ്ട മോളെ തിന്നണ്ട. അത് വലിയ മറ്റേ ഗർത്താക്കി നമുക്കിട്ട് മൂടാൻ. അതിന് ചേച്ചിക്ക് വേണ്ട പോലെ. എടി ആ കുഴി നിറയണമെങ്കിൽ കുറെ വേണ്ടി വരും. നീ വെറുതെ ഇടങ്ങിറാക്കണം. അതിന് ചേച്ചിക്ക് വേണ്ട പോലെ ഇട്ടാ. മുളകിട്ട വേണ്ട പോലെ. അല്ല, എന്താണ് കക്ക കൂട്ടി? അമ്മ ഒരു ഇതെടുത്താ. ഇന്നലെ വാങ്ങിയത് അച്ചാറ് പൊട്ടിച്ചിട്ടില്ല. പൊട്ടിക്കാട്ടോ, ഞങ്ങളുണ്ടല്ലോ, തീർക്കാലോ. എന്നാ പിന്നെ നമ്മള് ചോറ് കഴിക്കട്ടെ ഗൈസ്. നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു പേമാരി അങ്ങ് പെയ്ത് അല്ലേ? എല്ലാരും പാചകൊണ്ട് നല്ല അടിപൊളി കാറ്റും മഴയും കൂടി അങ്ങ് വന്നിട്ടാ. സാധനം പാതി വഴിക്കായി അല്ലേ? കുറച്ച് അല്ല ഇത് എടുക്കാൻ കുറെ ഉണ്ട്, പക്ഷെ ഇവിടെ നിന്നുള്ള ഭാഗം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടെങ്കിൽ തീർന്നാണ്. അതെ, നല്ല മഴയായി. നന്ദുവിനെ കൂട്ടാനും പോണം എനിക്ക്. ഇതുണ്ടോ എന്ത് മഴയാണ് നോക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയിട്ട് ഇന്നൊരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കിറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എന്നാലും ഏറെക്കുറെ ഇവരുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളത് അമ്മയും നികിയൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ്. അത് ഇവരില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് അത് നാളെ എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ഇവരുള്ള ഭാഗങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. ഈ സ്കിറ്റിൻ്റെ ബ്ലൂപ്പറേ ഞങ്ങൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു കോമഡി സ്കിറ്റായിട്ടാണ് നമ്മൾ എടുത്തേക്കണത്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം, കോമഡി ഉണ്ടോ ഇല്ലെന്നെല്ലാം. ഇനി സ്കിറ്റിൽ കോമഡി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതിൻ്റെ ബ്ലൂപ്പറിൽ ഫുൾ കോമഡിയാണ്. ചിരിക്കുള്ളൊരു വകയുണ്ട് കേട്ടോ. അപ്പോൾ സ്കിറ്റ് എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് വരും. പക്ഷേ ഇതിൻ്റെ ബ്ലൂപ്പറും പിറ്റേ ദിവസം തന്നെ വരും കേട്ടോ. പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് വരും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മൾ സ്കിറ്റിൽ എടുക്കുമ്പോൾ അതിൻ്റെ ബ്ലൂപ്പർ ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ബ്ലൂപ്പർ അളിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇടാം കേട്ടോ. പിന്നെ എൻ്റെ ബ്ലൂപ്പറിൽ ഇല്ലാത്ത ഭാഗം സനീസ് വ്ലോഗിലുണ്ടാവും, അതും കാണുക എല്ലാവരും. ഇതുവരെ നമ്മൾ ചെയ്യാത്ത മോഡൽ സ്കിറ്റാണ് ഇപ്പോൾ ചെയ്തേക്കണത്. അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ നാളെ രാവിലെ 11 മണിക്ക് നമുക്ക് സ്കിറ്റുമായിട്ട് കാണാം കേട്ടോ.